ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് CMA US പാർട്ട് 2 സെക്ഷൻ ബി ആയിരുന്നു. ആൻഡ് അതിൽ തന്നെ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ്, CAPM മോഡല്, ലോങ് ടേം ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ക്യാപിറ്റൽ സോഴ്സ് എന്ന് നമുക്കറിയണം. അതിൽ തന്നെ ആദ്യത്തെ സോഴ്സായ ഡെപ്റ്റ് ഫിനാൻസിങ്, ഡെപ്റ്റ് ക്യാപിറ്റലിനെ പറ്റി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഡെപ്റ്റ് ക്യാപിറ്റലിൽ തന്നെ ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ ബോണ്ടിനെ പറ്റിയാണ് പഠിച്ചത്. എന്താണ് ബോണ്ട്, ബോണ്ടിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബോണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഒരു ബോണ്ടിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, എപ്പോഴാണത് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത്, എപ്പോഴാണത് പ്രീമിയത്തിൽ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു പോർഷൻ വരെയാണ് നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബോണ്ടിൻ്റെ തന്നെ കുറച്ച് കണ്ടിന്യൂഷനാണ് പഠിക്കാനുള്ളത്. അതായത് ഈ ബോണ്ടിനില്ലേ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, ബോണ്ടിന് കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോണ്ടിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഓക്കെ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട്സ്, അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അധികമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും. 4-5 ഫീച്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നു, ഈ ഫീച്ചേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ ബെനഫിഷ്യൽ ആവുന്നത് ഇൻവെസ്റ്റേഴ്സിനാവാം, ചിലപ്പോൾ അവർക്കത് ഹാംഫുള്ളും ആവാം. ഇൻവെസ്റ്റേഴ്സിന് ദോഷമാവുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും ബോണ്ടിന് ചിലപ്പോൾ വെക്കും, ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ള ഇതും വെക്കും. ഏത് ഫീച്ചേഴ്സ് ബെനഫിഷ്യൽ ആണെങ്കിൽ, അതായത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ബോണ്ട് മേടിക്കുന്നയാൾ, നമുക്ക് പൈസ തരുന്നവർ, അവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് വളരെ ബെനഫിഷ്യൽ ആയിട്ട് അവരെ ഒന്നും കൂടി സേഫ് ആക്കുന്ന തരം ഫീച്ചേഴ്സ് ആണെങ്കിൽ ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇൻവെസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആണെങ്കിൽ അവരാവശ്യപ്പെടുന്ന റിട്ടേൺ എത്രയായിരിക്കും? ലോ ആയിരിക്കും അല്ലേ? ഇനി ഇതേ ഇൻവെസ്റ്റേഴ്സിന് ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ ഹാംഫുൾ ആണെങ്കിൽ അവരാവശ്യപ്പെടുന്ന റിട്ടേണോ കൂടുതലായിരിക്കും. കാരണം ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ദോഷമായിട്ടുള്ള ടേംസും കണ്ടീഷൻസും ആണ് ഈ ബോണ്ടിന് വെച്ചേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും എന്ന് പറയും. അല്ല, അവരെ വളരെ സേഫാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്ത് അവരെയാണ് ഒന്നും കൂടെ പരിഗണിക്കുന്നതെങ്കിൽ അവരെ പറയുക, ഓക്കെ ഞങ്ങൾക്ക് ചെറിയൊരു റിട്ടേൺ മതി, ലോവർ റിട്ടേൺ മതി എന്ന് പറയും. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫീച്ചേഴ്സ് ബെനഫിഷ്യൽ ടു ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവരൊരു ലോവർ ഈൽഡേ റിക്വയർ ചെയ്യുള്ളൂ. അല്ല, അവർക്ക് ഹാംഫുൾ ആയിട്ട് വരുന്നതാണെങ്കിൽ അവർ ഹയർ ഈൽഡ് ആയിരിക്കും റിക്വയർമെൻ്റ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ടാവുക. സോ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് ഒരേ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ, റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കോവനൻസ് വെക്കും. അതായത് ഒന്നുമില്ലടാ, അവർ കുറച്ച് കണ്ടീഷൻസ് വെക്കും. അതായത് ഞങ്ങൾ പൈസ നിങ്ങൾക്ക് കുറേ തന്നിട്ടുണ്ടല്ലോ ബോണ്ടായിട്ട്. ഇപ്പോൾ ഒരു 1 മില്യൺ ബോണ്ടിലൂടെ നമുക്ക് അവർ പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ ഇത്രയും പൈസ നിങ്ങളുടെ കയ്യിലില്ലേ, അപ്പോൾ നിങ്ങളുടെ കമ്പനി നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്, പെട്ടെന്ന് പൊട്ടിപ്പോകുമൊന്നുമില്ല, അത്യാവശ്യം ലിക്വിഡായിട്ടൊക്കെയാണ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സെർട്ടൈൻ റേഷ്യോസൊക്കെ അവരാവശ്യപ്പെടുന്ന ലെവലിൽ തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ സെക്ഷൻ എയിൽ പഠിച്ചിട്ടുണ്ടാവും റേഷ്യോസ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അതെപ്പോഴും 30% വേണമെന്ന് ചിലപ്പോൾ ഇവർ പറയും. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതെപ്പോഴും ഒരു 2 അല്ലെങ്കിൽ 3 മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചിലപ്പോൾ ഇവർ ഒരു ലിമിറ്റ് വെക്കും. ക്വിക്ക് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്തായാലും ഒരു 1 വേണമെന്ന് ചിലപ്പോൾ ഇവർ കണ്ടീഷൻ വെക്കും. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. PBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്, അത് മിനിമം ഒരു 4 ടൈംസ് എങ്കിലും ഉണ്ടാവണമെന്ന് ചിലപ്പോൾ ഇവർ ലിമിറ്റ് വെക്കും. അതായത് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ഇൻട്രസ്റ്റ് കവർ എന്താടാ? ഇൻട്രസ്റ്റ് കവർ എൻ്റെ ഫോർമുല വരിക PBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. എക്സാമ്പിൾ, നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നത് ഒരു 2000 ആണ്, നിങ്ങൾ മാസം അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 500 ആണ്. സോ 4 ടൈംസ് എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് പേ ചെയ്യേണ്ട എക്സ്പെൻസ് ആയിട്ടുള്ള 500 എവിടെ നിന്നാണ് നിങ്ങൾ പേ ചെയ്യുക? ഈ ഇൻട്രസ്റ്റ് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഈ PBITയിൽ നിന്നാണ്. സോ 4 ടൈംസ്, വേണമെങ്കിൽ 4 തവണ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള പ്രോഫിറ്റ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നിനക്ക് 500 രൂപ ഇൻട്രസ്റ്റ് തന്നാൽ പോരെ, അതേ ഇൻറ്റു 4, ആ ഇൻട്രസ്റ്റ് 4 തവണ തരാനുള്ള പ്രോഫിറ്റ് എൻ്റെ കയ്യിലുണ്ടടാ എന്ന് പറയും. അതാണ് ഇൻട്രസ്റ്റ് കവർ. അപ്പോൾ ചിലപ്പോൾ കമ്പനി വന്നിട്ട് പറയും ഇൻട്രസ്റ്റ് കവറൊക്കെ മിനിമം 4 ടൈംസ് എങ്കിലും ഉണ്ടാവണം.
എന്നാലേ ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോണ്ട് മേടിക്കാൻ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കവനൻസ് ചിലപ്പോൾ വെച്ച് കളയും. അതായത് സെർട്ടൈൻ റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വർക്കിംഗ് ക്യാപിറ്റൽ മിനിമം ഇത്രയെങ്കിലും വേണം. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അതായത് നിങ്ങളുടെ കറണ്ട് അസറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 2000 വരുന്നുള്ളൂ, കറണ്ട് ലയബിലിറ്റി 1000 വരുന്നുള്ളൂ. സോ ബാലൻസ് 1000 ആയിരിക്കും നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. സോ അവർ പറയും മിനിമം ഇത്ര എമൗണ്ട് എങ്കിലും എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉണ്ടാവണം. അതായത് കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഒക്കെ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാലൻസ് കറണ്ട് അസറ്റ് മിനിമം ഇത്രയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇവരൊരു കണ്ടീഷൻ വെക്കും. ഇതിനെയൊക്കെയാണ് റെസ്ട്രിക്റ്റീവ് കോവനൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ലിമിറ്റ് കമ്പനീനെ ലിമിറ്റ് ചെയ്യും. എന്തിന്? ബോണ്ട് ഹോൾഡേഴ്സ് ലിമിറ്റ് ചെയ്യും. അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ഒരു സുരക്ഷ തോന്നാൻ വേണ്ടി. ഓക്കെ, കമ്പനി നന്നായിട്ടാണ് പോണേ, പെട്ടെന്നൊന്നും സംഭവിക്കില്ല, ലിക്വിഡായിട്ട് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്, സോ നമ്മുടെ കാശ് സേഫ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി, അവർക്കൊരു പ്രൊട്ടക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ അവർ ലിമിറ്റ് വെക്കും. അതായത് റേഷ്യോസ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം, ഡിവിഡൻസ് ചിലപ്പോൾ ലിമിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പരിധി വിട്ട് നിങ്ങളൊരു 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി, അതായത് 1 മില്യൺ തന്നെ 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇത് ഫുൾ എടുത്ത് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ ഒരു 30% കൊടുത്തോ, അതായത് ഒരു 3 ലക്ഷം വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 7 ലക്ഷം എന്തായിട്ട് വെക്കണം? റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റി വെച്ചോ. അല്ലാതെ കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ള് ഡിവിഡൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട. കാര്യം ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണ്ടേ, കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ള് നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്താൽ ലാസ്റ്റ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് കിട്ടുന്നത് ഫുള്ള് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണ്ട. ഡിവിഡൻറ്റിനെ എന്ത് ചെയ്യും? ഡിവിഡൻറ്റിനെ ഒന്ന് ലിമിറ്റ് ചെയ്യും. എന്താടാ എഴുതി ഡിവിഡൻറ്റിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അവർ വെക്കുന്നത് ചിലപ്പോൾ നെഗറ്റീവ് പ്ലഡ്ജ് വെക്കും. നെഗറ്റീവ് പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താടാ? പ്ലഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ പണയം വെക്കുക. നെഗറ്റീവ് പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ പണയം വെക്കരുത് എന്ന് പറയും. നിങ്ങളുടെ കയ്യിലുള്ള ഈ അസറ്റൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ പൈസ തരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്രയും അസറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ട് ഓക്കെ അത് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾക്ക് പൈസ തന്നോളും എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ ബോണ്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരുന്നത്. സോ അതൊന്നും തൽക്കാലം വേറെ എവിടെയും കൊണ്ടുപോയി പണയം വെക്കാൻ നിൽക്കരുത്. അതിനെയാണ് നെഗറ്റീവ് പ്ലഡ്ജ് എന്ന് പറയുക. ഈ അസറ്റ്സിനെ ഒന്നും വേറെ എവിടെയും കൊണ്ടുപോയി പണയം വെക്കാൻ നിൽക്കരുത് എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു അസറ്റാണിതെന്ന് വിചാരിക്കുക, ഇതിൻ്റെ വാല്യൂ കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് ബോണ്ട് നിങ്ങളെ മേടിച്ച് നിങ്ങൾക്ക് പൈസ തന്നത്. ഞങ്ങൾ ബോണ്ട് തന്നു കഴിയുമ്പോൾ ഈ അസറ്റ് കൊണ്ടുപോയി നിങ്ങൾ വേറെ ആരുടെ അടുത്ത് പണയം വെക്കാൻ നിൽക്കരുതെന്ന് പറയും. ഇതിനെയാണ് നെഗറ്റീവ് പ്ലഡ്ജ് എന്ന് പറയുക. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കടാ. ഇതിൻ്റെ എഫക്റ്റ് ഇതെല്ലാം ആരെ സേഫ് ആക്കുന്നതാ? ഇൻവെസ്റ്ററിനെ സേഫ് ആക്കുന്നതാ. റെസ്ട്രിക്റ്റീവ് കോവനൻസ് എല്ലാം ഇൻവെസ്റ്ററുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, കമ്പനി എന്ത് പറയും? ഇത്രയും സുരക്ഷയും കാര്യങ്ങളും ഒക്കെ നിനക്ക് തരുന്നില്ലേ, അപ്പോൾ അത്രയും കുറവ് റിസ്ക്കാണ് നീ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നിനക്ക് അത്രയും കുറവ് റിട്ടേണേ തരുള്ളൂ. കണ്ടോ, എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോവർ റേറ്റിൽ ഇഷ്യൂവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ പറയും നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡിവിഡൻഡ് ഒട്ടും കൊടുക്കുന്നില്ല, വളരെ കുറച്ചാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഇതുമെല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ അസറ്റ് വേറെ എവിടെ പണയം പോലും വെക്കുന്നില്ല, നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി, ഇത്രയും സുരക്ഷ തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് വലിയ റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ചെറിയൊരു റിട്ടേണേ തരുള്ളൂ എന്ന് പറയും. ഇതിനെയാണ് റെസ്ട്രിക്റ്റീവ് കോവനൻസ് എന്ന് പറയുക. ഇത് ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കാനാണ്. ഇഷ്യൂവറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ അവർക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇങ്ങനെ ബോൺസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ട്. ഒന്നുമില്ലടാ, വേറെ ഒന്നുമല്ല, വീണ്ടും നമ്മുടെ 1 മില്യൺ തന്നെ ആയിക്കോട്ടെ. നമ്മൾ ബോണ്ടായിട്ട് 1 മില്യൺ നമ്മൾ എടുത്തു, ഒരു 10 വർഷത്തേക്കാന്ന് വിചാരിക്കുക. എല്ലാ വർഷവും നൈസായിട്ട് 1 ലക്ഷം ഞാൻ ഇപ്പോഴേ മാറ്റി വെക്കുക. കാരണം 10 കൊല്ലം കഴിയുമ്പോൾ ഈ 10 ലക്ഷം കൊടുക്കേണ്ട വരുമെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ 1 ലക്ഷം വെച്ച് ഓരോ വർഷവും പയ്യെ മാറ്റി വെക്കുകയാണ്. അവസാനം ഒറ്റയടിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോകണ്ടെന്ന് വെച്ച് പയ്യെ കുറച്ച് എമൗണ്ട് പറ്റുന്ന രീതിയിൽ മാറ്റി സേഫാക്കി വെക്കുന്നതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുക. കമ്പനി സെറ്റ്സ് എസൈഡ് മണി ഇയർലി ടു റീപേ ബോണ്ട്. ഈ ബോണ്ട് റീപേ ചെയ്യാൻ വേണ്ടി വർഷാവർഷം കുറച്ച് പൈസ മാറ്റി വെക്കും, 10 കൊല്ലം കഴിയുമ്പോൾ കൊടുക്കണ്ടല്ലേ എന്ന് വിചാരിച്ച്. അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുക. ഇതും ആരുടെ റിസ്ക്കാണ് റെഡ്യൂസ് ചെയ്യുന്നത്?
ഇൻവെസ്റ്ററിൻ്റെ എന്ന് വെച്ചാൽ 10ാമത്തെ വർഷം അവർക്ക് തിരിച്ച പൈസ കിട്ടും എന്നുള്ള കാര്യത്തിന് ഉറപ്പ് കൂടുക ചെയ്യുന്നത്. കാര്യം ആദ്യം തൊട്ടേ ഇവർ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒന്നുകൂടെ സേഫായി അവിടെ. ഓക്കെ, അടുത്ത ഫീച്ചർ മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കാം, റിഡംഷൻ പ്രൊവിഷൻസ്. അതിൽ തന്നെ 2 എണ്ണം ഉള്ളത്. ഒന്ന് കോൾ പ്രൊവിഷൻ, ഒന്ന് പുട്ട് പ്രൊവിഷൻ. കോൾ പ്രൊവിഷൻ എന്നുള്ളത് എപ്പോഴും പറഞ്ഞു വരിക, കോൾ എന്നുള്ളത് ആർക്ക് ബെനിഫിറ്റ് ആണെന്നറിയോ? നമ്മുടെ കമ്പനിക്കാണ് ബെനിഫിറ്റ് ആയിട്ട് വരിക. കോള് കമ്പനിക്ക് ഇങ്ങനെ തന്നെ ഓർത്തുകൊള്ളുക. കോള് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് കമ്പനിക്കായിരിക്കും. അതെന്താ സംഭവം എന്നറിയോടാ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%. കൂപ്പൺ റേറ്റ് ആയിട്ട് എല്ലാ വർഷവും 8% ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ബട്ട് മാർക്കറ്റിലെ ഈ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പം ശരിക്കും മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 4% ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 8% വെച്ച് ഇപ്പോഴും ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന് ഇത് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ? എക്സ്ട്രാ ആവശ്യമില്ലാണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 8%ൻ്റെ ബോണ്ടില്ലേ, ഈ 8%ൻ്റെ ബോണ്ട് ഇതങ്ങനെ നമ്മൾ തിരിച്ച് മേടിക്കും, നമ്മളങ്ങ് തിരിച്ച് ബൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ബോണ്ട് ഇറക്കും 4%. ഇത് നമുക്ക് ലാഭമല്ലേ? അതല്ലേ നമുക്ക് ലാഭം. 8%ൻ്റെ ബോണ്ട് അപ്പം തന്നെ അവരുടെ പൈസ ഫുൾ അങ്ങ് സെറ്റിൽ ചെയ്ത് നമ്മളിങ്ങ് തിരിച്ച് മേടിക്കും. എന്നിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള 4%ന് നമ്മൾ അടുത്ത ബോണ്ട് അങ്ങ് ഇഷ്യൂ ചെയ്യും. ഈ ഒരു ഓപ്ഷനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഇഷ്യൂവർക്ക് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്ത ആൾ, അതായത് കമ്പനിക്ക് എയർലി ഒരു സെറ്റ് പ്രൈസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് വർഷാവസാനം 10 കൊല്ലം കഴിയുമ്പോഴാണ് തരുന്നതെങ്കിൽ 10 ലക്ഷം. നേരത്തെ ഇങ്ങനെ തിരിച്ച് മേടിക്കുകയാണെങ്കിൽ കുറച്ചധികം തരാമെന്നോ അല്ലെങ്കിൽ കുറച്ച് കുറവേ തരുള്ളൂ എന്നുള്ളൊരു സെറ്റ് പ്രൈസ് നേരത്തെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു പ്രൈസ് റീപേ ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം? നേരത്തെ റീപർച്ചേസ് ചെയ്ത് മേടിക്കാം. ആ ബോണ്ട് ഇങ്ങ് തിരിച്ച് മേടിക്കാം. എന്തിന്? ഇത് ആർക്കാ ഗുണം? ഇഷ്യൂവർക്കാണ് ഗുഡായിട്ട് വരുന്നത്. കാരണം എന്താ? അവർക്ക് ലോവർ റേറ്റിൽ അടുത്ത ബോണ്ട് ഇറക്കാം. ഇപ്പോൾ ഇഷ്യൂ ചെയ്തതിനേക്കാളും കുറഞ്ഞ മാർക്കറ്റ് റേറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇൻവെസ്റ്റേഴ്സിന് ഇത് പ്രശ്നമാണ്. കാര്യം അവർക്ക് പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയ റിട്ടേണേ കിട്ടുള്ളൂ. മനസ്സിലായില്ലടാ? അവർക്കിപ്പോൾ ഈ പൈസ തിരിച്ച് കിട്ടി. ഇനി അവർ ഇതുപോലെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന 8% റിട്ടേൺ ഒന്നും അവർക്ക് കിട്ടില്ല. മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള 4% എന്നുള്ള റിട്ടേണേ അവർക്ക് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അത് മോശമാണ്, ഇഷ്യൂവർക്ക് അത് നല്ലൊരു കാര്യമാണ്. ഏത്? കോൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ദോഷമായതുകൊണ്ട് അങ്ങനെയുള്ള ബോണ്ടാണ് മേടിക്കുന്നതെങ്കിൽ അവർ ഹൈ റിട്ടേൺ തന്നെ ചോദിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഇല്ലേ? ചിലപ്പോൾ നിങ്ങൾ വന്ന് നേരത്തെ അങ്ങ് തിരിച്ച് മേടിച്ചുകൊണ്ട് പോയാലോ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് കിട്ടാതെ ആവില്ലേ? സോ ഇതിന് ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിരിച്ച് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ? കൂടുതൽ റിട്ടേൺ ഞങ്ങൾക്ക് തരണം. ഇതാണ് കോൾ പ്രൊവിഷൻ. ഇതിനെയാണ് കോൾ പ്രൊവിഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? എന്താടാ പോവാത്തേ? പോയോ? ഇല്ല. അമ്മ ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പുട്ട് പ്രൊവിഷൻ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നതാണ് പുട്ട് പ്രൊവിഷൻ. കോൾ പ്രൊവിഷൻ ആർക്കാ ബെറ്റർ? കമ്പനിക്കാണ്. അപ്പോൾ പുട്ട് പ്രൊവിഷൻ ആർക്കായിരിക്കും? ഇൻവെസ്റ്റർക്കായിരിക്കും ബെനിഫിറ്റ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം? നേരത്തെ സെല്ല് ചെയ്ത് പോവാം. ഇൻവെസ്റ്റർക്ക് നേരത്തെ സെല്ല് ചെയ്ത് പോകാനുള്ള ഓപ്ഷനെയാണ് പുട്ട് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അവർക്ക് തോന്നുക ഈ കമ്പനിയുടെ പോക്ക് അത്ര നല്ലതല്ല, ഈ കമ്പനി മിക്കവാറും 10 കൊല്ലം കഴിഞ്ഞാൽ പൂട്ടും, ഞാൻ എന്തിനാ ഇവിടെ വീണ്ടും റിസ്ക് എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ? നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ സാധനം അങ്ങ് തിരിച്ച് മേടിച്ചേ, നിങ്ങൾ ഇപ്പം തന്നെ ആ ബോണ്ട് തിരിച്ച് മേടിച്ചിട്ട് എനിക്ക് തരാനുള്ള പൈസ ഇങ്ങനെ തന്നേന്ന് പറഞ്ഞ് ഇപ്പോഴേ പുട്ട് ചെയ്തിട്ട് അങ്ങ് പോവാം. ഇപ്പോഴേ പുട്ട് ചെയ്യാം. ഇൻവെസ്റ്റർക്ക് ഇപ്പോഴേ പുട്ട് ചെയ്ത് സെല്ല് ചെയ്തിട്ട് നമുക്ക് തന്നിട്ട് അവർക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിന് അത് ഗുഡാണ്. ഒരു നല്ലൊരു എക്സിറ്റ് ഓപ്ഷനാണ് കിട്ടിയത്. കമ്പനി നന്നായിട്ട് പെർഫോം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ബോണ്ട് ഇങ്ങ് തിരിച്ചു തന്ന് അവരുടെ പൈസ മേടിച്ചുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകാം. അതുകൊണ്ട് തന്നെ ഇഷ്യൂവർക്ക് ഇത് ലോവർ കൂപ്പൺ റേറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കാം. അവർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ, നിങ്ങൾ കുറവ് റിസ്ക് അല്ലേ എടുക്കുന്നുള്ളൂ, കമ്പനി മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ബെറ്റർ ഓപ്ഷൻ കിട്ടിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചങ്ങ് തരാലോ, എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകാലോ, അല്ലാതെ മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ടല്ലോ. അപ്പം എന്താ, നിങ്ങൾ എടുക്കുന്ന റിസ്ക് വളരെ കുറവാണ്, നിങ്ങൾ നല്ല സേഫായിട്ടാണ് കളിക്കണേ. അപ്പം എന്താ,
ചെറിയ റിട്ടേണേ കിട്ടുള്ളൂ. ചെറിയ ലോവർ കൂപ്പൺ റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. നെക്സ്റ്റ് ഫീച്ചർ നോക്കാം, കൺവേർഷൻ പ്രൊവിഷൻസ്. അതിൽ നിന്ന് തന്നെ അറിയാം കൺവേർഷൻ എന്തിൽ നിന്ന് എന്തിലേക്ക് ആയിക്കൂടാ കൺവേർട്ട് ചെയ്യുന്നത്, ബോണ്ടിൽ നിന്ന് ഷെയറിലേക്കായിരിക്കും. ബോണ്ടിൽ നിന്ന് ഷെയറിലേക്കായിരിക്കും. ബോണ്ട് എന്നുള്ളത് എന്താടാ, ബോണ്ട് എന്നുള്ളത് ഡെപ്റ്റാ. ഡെപ്റ്റിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷൻ, അതായിരിക്കും കൺവേർഷൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് വായിച്ചു നോക്കാം. ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക്, ഇൻവെസ്റ്റർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്തിനെ? ഈ ബോണ്ടിനെ കമ്പനിയുടെ സ്റ്റോക്കായിട്ട്, കോമൺ സ്റ്റോക്ക് അല്ലെങ്കിൽ ഓർഡിനറി സ്റ്റോക്കായിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിനെയാണ് കൺവേർഷൻ പ്രൊവിഷൻസ് എന്ന് പറയുക. അതിൻ്റെ ഇത് ഗുഡ് ഫോർ ഇൻവെസ്റ്റർ ആണ്. കാരണം എന്താ, അപ്സൈഡ് പൊട്ടൻഷ്യലാണ്. വെറും ഔട്ട്സൈഡറായിട്ട് നിന്ന് ഇൻട്രസ്റ്റ് മാത്രം മേടിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് കമ്പനി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് വിചാരിച്ചേ, കമ്പനി നല്ല, ഇതൊരു ഓപ്ഷനുമാണ്. നിർബന്ധം ഇല്ല കൺവേർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അവർക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തേക്കുക. നല്ല അടിപൊളിയായിട്ട് വരികയാണെങ്കിൽ ഈ ബോണ്ട് തിരിച്ചു കൊടുത്തിട്ട് കമ്പനിയുടെ ഷെയർ മേടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ആർക്ക് നല്ലതാണ്, ഇൻവെസ്റ്റർക്ക് ഇത് നല്ലതാണ്. പക്ഷേ അതേ സമയം ഇഷ്യൂവർക്കും ഇത് നല്ലതാണ്. ഇൻവെസ്റ്റർക്ക് നല്ലതാവുന്നത് അപ്സൈഡ് പൊട്ടൻഷ്യൽ കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഡെപ്റ്റർ എന്നുള്ള രീതിയിൽ നിന്ന് ഓണർ എന്ന നിലയിലേക്ക് അവർക്ക് മാറാം. ആൻഡ് കമ്പനിയുടെ ഷെയർ വാല്യൂ നല്ലപോലെ കൂടുവാണെങ്കിൽ നല്ല റിട്ടേണും കിട്ടുന്നുണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ ഇഷ്യൂവറിന് ഇത് എന്തുകൊണ്ടായിരിക്കും ഗുണം ഉണ്ടാവുക? കാരണം നമ്മളിപ്പോൾ ബാങ്കിൽ വേറൊരു ലോണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നോക്കാൻ പോവുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കും, അല്ലെങ്കിൽ ഡെപ്റ്റ് ഈസ് ടു ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നോക്കും. ഡെപ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ റിസ്ക്കും കൂടുതലാണ്. എപ്പോഴും ഒരു കമ്പനിയുടെ 30:70 അല്ലെങ്കിൽ 40:60 എന്നുള്ള രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവണം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഡെപ്റ്റിൽ നിന്ന് ഡെപ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യം അവർക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന ഗുണം, ഇത് ഇഷ്യൂ ചെയ്യുന്ന അവർക്കുണ്ടാവുന്ന ഗുണം എന്ന് വെച്ചാൽ ഇനി അത് ഡെപ്റ്റ് അല്ല, ഇനി നമ്മുടെ ഇക്വിറ്റിയാണ്. സോ വർഷാവർഷം കൊടുത്തുകൊണ്ടിരുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇനി കൊടുക്കണോ? ഇനി കൊടുക്കണ്ട. വർഷാവർഷം നിർബന്ധമായും കൊടുത്തുകൊണ്ടിരുന്ന ആ സാധനം ഉണ്ട്, ഇൻട്രസ്റ്റ്, പലിശ, അതിനി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഡെപ്റ്റിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് മാറിയല്ലോ. അതാണ് ഇഷ്യൂവർക്കുള്ള അഡ്വാൻറ്റേജ്. അതായത് നമ്മുടെ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് അതാണ്. നിർബന്ധമായും കൊടുത്തുകൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് ഇനി കൊടുക്കണമെന്നില്ല, ഓണറായി മാറി. ആൻഡ് അവരുടെ എന്താ പറയുക, റിസ്ക് കുറയുക. കമ്പനിയുടെ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ കുറയും തോറും കമ്പനിയുടെ റിസ്ക് കുറയുമായിരിക്കും. ഡെപ്റ്റ് റിസ്ക് ആണ്, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ റിസ്ക്കാണ്. കാരണം എന്താ, ആരെ കൊന്നിട്ടാണെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് നമ്മൾ നിർബന്ധമായും കൊടുക്കണം. അതൊരു ഒബ്ലിഗേഷനാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് റിസ്ക് ആണ് ഡെപ്റ്റ് കൂടുതലുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റിസ്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി ഇൻവെസ്റ്റർക്ക് എന്താ ഗുണം? വെറും ഡെപ്റ്റ് ഹോൾഡറിൽ നിന്ന് ഇക്വിറ്റി ഹോൾഡർ ആവുകയാണ്, കമ്പനിയുടെ ഓണർ ആവുകയാണ്. കമ്പനി അടിപൊളിയായിട്ട് പെർഫോം ചെയ്താൽ അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ വാല്യൂ കുത്തനെ കൂടും, നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം വരുന്നത്. ഇൻവെസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും? ലോവർ റേറ്റിൽ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവരോട് പറയുക, ഇപ്പോൾ ബോണ്ടാ, ചിലപ്പോൾ ഭാവിയിൽ ഈ ബോണ്ട് മാറി നിങ്ങൾ ഇവിടുത്തെ ഷെയർ മേടിച്ച് ഇവിടുത്തെ ഓണർ ആവാനുള്ള ഒരു ഓപ്ഷൻ പോലും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രൈസിന് മേടിക്കാമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറയും. ചെറിയ ലോവർ ഈൽഡിൽ അവർക്കത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒറ്റ എണ്ണം കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരൊറ്റ ഫീച്ചറും കൂടെ പഠിച്ചാൽ കഴിഞ്ഞു. ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു ഫീച്ചറും കൂടെ, ബോണ്ടിൻ്റെ ലാസ്റ്റാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു എംബഡഡ് സിങ്കിങ് ഫണ്ട് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി മോളിൽ പറഞ്ഞാണ് സിങ്കിങ് ഫണ്ട്. നമുക്ക് പാട്ടായിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 lakhs, അതായത് 1 million ഉണ്ടെങ്കിൽ ഓരോ വർഷവും ഒരു 50,000, രണ്ടാമത്തെ വർഷം ഒരു 2 ലക്ഷമോ, ഇങ്ങനെ കുറച്ച് ഫണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പകുതി അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് റിട്ടയർ ചെയ്ത് മാറ്റാം. നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ തലവേദന ഒഴിവാക്കാം. അതിനെയാണ് എംബഡഡ് സിങ്കിങ് ഫണ്ട് ഓപ്ഷൻ എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാറൻസ് ആണ്. അതായത് നമ്മൾ ബോണ്ട് ഹോൾഡർക്ക് വാറൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ അങ്ങ് കൊടുക്കും. വേറൊന്നുമല്ല, നിങ്ങൾ ഇത്രയും ബോണ്ട് ഹോൾഡ് ചെയ്യുന്നില്ലേ, അപ്പം നിങ്ങൾക്കൊരു ഓപ്ഷൻ തരാം. ഓപ്ഷൻസ് ആണല്ലോ, ഒരു ഓപ്ഷൻ തരാം. വേണമെങ്കിൽ നമ്മുടെ ഷെയർസ് കുറച്ച് പർച്ചേസ് ചെയ്യാം, കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കാം ഷെയർസ്. എന്ത് പ്രൈസിൽ? ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസിൽ. ഇത് കൺവേർഷൻ അല്ല കേട്ടോ. ബോണ്ട് പകരം ഷെയർ തരാമെന്നല്ല, ബോണ്ടിൻ്റെ കൂടെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുക. വേണമെങ്കിൽ ഇന്നത്തെ ഒരു പ്രൈസിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഷെയർസ് ട്രേഡ് ചെയ്യുന്നത് 100-ലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു 80-ന്, ഫിക്സഡ് പ്രൈസ് ആയിട്ടുള്ള 80-ന് നിങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് ഷെയർസ് തരാം.
ഷെയർസ് മേടിക്കാം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. മനസ്സിലായില്ലേ? ബോണ്ട് മേടിച്ച് നമുക്ക് പൈസ, നമുക്ക് ക്യാപിറ്റൽ തരുന്നത് കൊണ്ട് മാത്രം ഞങ്ങളുടെ ഷെയർസ് കുറച്ച് കുറഞ്ഞ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ തരാം. ഇതിനെയാണ് മറ്റൊരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുക. നമ്മൾ 5 എണ്ണമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോൺസിന് വരാവുന്ന ഫീച്ചേഴ്സ്. ചിലപ്പോൾ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കവനൻസ് വെക്കും. സെർട്ടൈൻ റേഷ്യോസ് മീറ്റ് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടുണ്ടാവണം, ഡിവിഡൻഡ് ഒരു പരിധി വിട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ചില അസറ്റ്സ് ഒന്നും പ്ലെഡ്ജ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പയ്യെ കുറച്ച് ഫണ്ട് ഓൾറെഡി മാറ്റി വെച്ചോളാം എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ റിഡംഷൻ പ്രൊവിഷൻസ് വേണമെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഇത് നേരത്തെ വിൽക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കമ്പനിക്ക് ഇത് വേണമെങ്കിൽ നേരത്തെ തിരിച്ച് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ടാവും. അതായത് ബോണ്ടിനെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ലാസ്റ്റ് വാറൻസ് ഇഷ്യൂ ചെയ്യും. അതായത് ഒരു ഓപ്ഷനാണ്, നിങ്ങൾ ബോണ്ട് മേടിച്ചാലേ നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഷെയർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് ഒരു ഫീച്ചറും കൊടുക്കും. ഇതൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബോൺസ്. ബോൺസിന് വരാവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ അല്ലേ? ഇതേ ഫ്ലോയിൽ ഈ വീഡിയോ കഴിയുകയാണ്. ഇത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡിങ് നോക്കടാ, ഹെഡിങ് നോക്ക്. ബോൺസിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സും ആൻഡ് ടൈപ്സും. അതായത് ബോൺസ് തന്നെ പലതരം ഉണ്ട്. സോ ടൈപ്സ് ഓഫ് ബോണ്ടാണ് നിങ്ങൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. കുറേ ടൈപ്സ് ഓഫ് ബോണ്ട് ഉണ്ട്. ഒരു 10 ടൈപ്സ് ഓഫ് ബോൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ് എന്താണെന്നുള്ള കാര്യമാണ് അടുത്ത വീഡിയോ പഠിക്കാനുള്ളത്. സോ ബ്രേക്ക് എടുക്കാതെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ. ഗുഡ് ലക്ക്.